മോഹൻജി, നിങ്ങൾക്കൊരു കാര്യം ഓർമ്മ വേണം. RSS നേതൃത്വം ഒരിക്കൽ എന്നോട് ആവശ്യപ്പെട്ടു BJPയിൽ പോയി പ്രവർത്തിക്കുമെന്ന്. ഞാൻ അന്ന് അതനുസരിച്ചു. അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ഈ കസേരയിൽ ഞാനാണ് ഇപ്പോൾ ഇരിക്കേണ്ടിയിരുന്നത്. ഇത് ആരോട് പറഞ്ഞതാണ്? മോദി മോഹൻ ഭാഗവതിനോട് പറഞ്ഞതാണ്. 2013 ആ കൂടിക്കാഴ്ച നടന്നത്. അതും മോദിയുടെ തട്ടകമായ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച്. അന്ന് മോഹൻ ഭാഗവത് ആരായിരുന്നു? RSSന്റെ സർസംഘചാലക്, എന്ന് വെച്ചാൽ RSSന്റെ പരമാധികാരി, RSSന്റെ അവസാന വാക്ക്. മോദി ഗുജറാത്തിലെ ഒരു മുഖ്യമന്ത്രി മാത്രമായിരുന്നു. എന്നിട്ടും ഇത്ര ധാർഷ്ട്യത്തോടെ, ഇത്ര അഹങ്കാരത്തോടെ മോഹൻ ഭാഗവതിനെ വെല്ലുവിളിക്കാൻ മോദിക്ക് എങ്ങനെ കഴിഞ്ഞു? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മോദിയും മോഹൻ ഭാഗവതുമായുള്ള വൈരം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതിന് പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് എന്ന്. ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ആ വൈരം മൂർച്ഛിക്കുന്നതിന്റെ വാർത്തകളാണ് നമ്മെ തേടിയെത്തുന്നത്. 2014 മുതൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. എല്ലാ അർത്ഥത്തിലും പരമാധികാരിയായി വിലസുന്ന ഭരണാധികാരി. ആ നരേന്ദ്രമോദിയുടെ എല്ലാ ധാർഷ്ട്യത്തിനും വഴങ്ങി നാഗ്പൂരിൽ നിശബ്ദനായി തുടരുന്ന മോഹൻ ഭാഗവതിനെയാണ് 2013 മുതൽ നാം കാണുന്നത്. എന്നാൽ അതേ മോഹൻ ഭാഗവത് കഴിഞ്ഞ ദിവസം അതിശക്തമായ താക്കീതിന്റെ സ്വരത്തിൽ സംസാരിച്ചിരിക്കുന്നു. മോദിക്കുള്ള മുന്നറിയിപ്പ് എന്ന പോലെ. എന്തുകൊണ്ടാണ് ഇപ്പോൾ മോഹൻ ഭാഗവതിന് ഈ ആർജവം കൈവന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ നാഗ്പൂരിൽ നിന്നുള്ള ഒരു വെല്ലുവിളി മോദിയെ തേടിയെത്തിയിരിക്കുന്നത്? ഇനി നാം കാണാനിരിക്കുന്ന നാളുകൾ RSS BJP സംഘടനം എന്നതിനപ്പുറം മോദി ഭാഗവത് ഏറ്റുമുട്ടലിലേക്കാണോ പോകുന്നത്? നാളെ ഒരുപക്ഷെ മോദിയുടെ കാലാവധി പൂർത്തിയാകാത്ത ഒരു സർക്കാരായിരിക്കുമോ നാഗ്പൂരിന്റെ സൃഷ്ടിയായി സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെയെങ്കിൽ അതിന്റെ പിന്നിൽ നടക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയമാണ് നാം ഈ വീഡിയോയിൽ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. 2013 ആ കൂടിക്കാഴ്ചയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP നിശ്ചയിച്ച ഘട്ടമായിരുന്നു അത്. ആ ഘട്ടത്തിൽ സാധാരണഗതിയിൽ RSS വളരെ സജീവമായി നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ്. 2014 RSS അങ്ങനെ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാൻ ഈ ആദ്യം ചൂണ്ടിക്കാട്ടിയ കൂടിക്കാഴ്ച ഒരു ദുരനുഭവമായി അപ്പോഴും ഈ സർസംഘചാലകന്റെ മനസ്സിലുണ്ടായിരുന്നു. RSS സജീവമായി 2014 പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ പോലും. അന്ന് യഥാർത്ഥത്തിൽ മോദി നാഗ്പൂരിലെ ആസ്ഥാനത്തിലെത്തണം എന്നതാണ് RSS നേതൃത്വം ആഗ്രഹിച്ചത്. നാളതുവരെയുള്ള വഴക്കവും അങ്ങനെ തന്നെയായിരുന്നു. ആരൊക്കെയാണോ BJPയെ നയിക്കുന്നത് അവർ RSS നേതൃത്വത്തെ കാണാൻ നാഗ്പൂരിലെത്തുന്നു. അതായിരുന്നു ആ സാഹോദര്യം. എന്നാൽ മോദി മോഹൻ ഭാഗവത് കൂടിക്കാഴ്ച 2013 അഹമ്മദാബാദിൽ വെച്ച് എന്തുകൊണ്ട് നടന്നു? അതിനൊരു കാരണമുണ്ട്. മോഹൻ ഭാഗവത് മോദി നാഗ്പൂരിലെത്തി തന്നെ കാണണമെന്നാണ് ആഗ്രഹിച്ചത്. ആ സൂചന അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. എന്നാൽ മോദി അത് നിരസിച്ചു. മോദി ആവശ്യപ്പെട്ടത് എന്താണെന്നറിയാമോ? എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം, അഹമ്മദാബാദിലേക്ക്. റാം മാധവ് ആയിരുന്നു മോഹൻ ഭാഗവതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഇംഗിതം നരേന്ദ്രമോദിയെ അറിയിച്ചത്. പക്ഷേ നരേന്ദ്രമോദി അത് അപ്പാടെ തള്ളി. അഹമ്മദാബാദിലേക്ക് വരൂ എന്ന് തിരിച്ചൊരു മറുപടിയും നൽകി. അങ്ങനെ ഗത്യന്തരമില്ലാതെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് മോദിയെ കാണാനായി നാഗ്പൂരിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നു. അഹമ്മദാബാദിലെത്തുന്നു. അവിടെ എത്തുമ്പോൾ അടുത്ത ഉപാധി മോദി വയ്ക്കുകയാണ്, എൻ്റെ ഔദ്യോഗിക വസതിയിൽ വന്ന് വേണം കൂടിക്കാഴ്ച എന്ന്. അതിനുകൂടി എന്തായാലും വഴങ്ങാൻ തയ്യാറായില്ല മോഹൻ ഭാഗവത്. പിന്നെ ഒരു RSS നേതാവിൻ്റെ തന്നെ വീട്ടിൽ വെച്ചുകൊണ്ടായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത്. അവിടെ വെച്ചാണ് ഈ പ്രധാനപ്പെട്ട വാചകങ്ങൾ മോദി പറഞ്ഞത്. അത് ദ കാരവന്റെ ഒരു 2022 കവർ സ്റ്റോറിയിൽ അരുൺ ഷൂരിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഞാൻ ആ വാചകങ്ങളൊന്ന് പറയാം. മോഹൻജി, ഡു റിമെമ്പർ വൺ തിങ്. Had I not obeyed the RSS order to shift to the BJP, I might have been sitting in the position where you are today. ഇത് റാം മാധവ് പറഞ്ഞതായി അരുൺ ഷൂരി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാരവൻ വിശ്വാസ്യതയോടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അരുൺ ഷൂരി അത് നിഷേധിച്ചിട്ടില്ല. അന്ന് ഈ കാര്യത്തിൽ സ്ഥിരീകരണം തേടിയും വിശദാംശങ്ങൾ തേടിയും ആ ലേഖനകർത്താവ് റാം മാധവിനെ ബന്ധപ്പെട്ടു. റാം മാധവ് പ്രതികരിക്കാൻ തയ്യാറായില്ല. സർസംഘചാലകായ മോഹൻ ഭാഗവതിനൊരു ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്തു. അതിൽ ഈ ചോദ്യം അടക്കമുണ്ടായിരുന്നു, ഈ സംഭവം അടക്കമുണ്ടായിരുന്നു. നാഗ്പൂരും അതിനോട് പ്രതികരിച്ചില്ല. പക്ഷെ ഇപ്പോഴും നാഗ്പൂർ ഇത് പരസ്യമായി നിഷേധിക്കാത്തതോടെ കാരവൻ വാർത്തയുടെ വിശ്വാസ്യത അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഇനിയാണ് 2024 ജനവിധി വന്നതിന് ശേഷം നാഗ്പൂരിൽ നിശബ്ദനായിരുന്ന മോഹൻ ഭാഗവത് സടകുടഞ്ഞെഴുന്നേൽക്കുന്നത് നാം കാണുന്നത്. സമാനമായൊരു സംഭവം നേരത്തെയും വേണമെങ്കിൽ ചരിത്രത്തിന്റെ ഏടുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അത് വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടത്തിലാണ്. അന്നൊരു പ്രത്യേകതയുണ്ട്, അതൊരു കൂട്ടുകക്ഷി സർക്കാർ ആയിരുന്നു. 182 സീറ്റ് മാത്രമാണെന്ന് BJPക്ക് ഉണ്ടായിരുന്നത്.
ബാക്കി മുഴുവൻ ശേഖരിക്കേണ്ടിയിരുന്നത് സഖ്യകക്ഷികളിൽ നിന്നായിരുന്നു. അങ്ങനെ NDA എന്ന കൂട്ടുമുന്നണി സർക്കാരാണ് അന്ന് അധികാരത്തിൽ വന്നത്. 1999 കാലാവധി പൂർത്തിയാക്കിയ BJPയുടെ ആദ്യത്തെ കൂട്ടുകക്ഷി സർക്കാർ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ദുർബലനായിരുന്നു വാജ്പേയി. കാരണം കൂട്ടുകക്ഷി സർക്കാരിന്റെ സമ്മർദ്ദങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ RSSും ശക്തമായിരുന്നു. 1999 ഓർമ്മിപ്പിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും ആവർത്തിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ. RSSും നാഗ്പൂരും അതിനെ സാഗൂതം വീക്ഷിക്കുകയുമാണ്. ഇത്തവണയും BJPയെ സംബന്ധിച്ച് കേവല ഭൂരിപക്ഷമില്ല. എന്നുവെച്ചാൽ വാജ്പേയി സർക്കാരിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ന്യൂനപക്ഷ സർക്കാർ ആയി, അതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായി BJP മാറുകയാണ് ചെയ്തത്. 240 എന്നത് അഭിമാനാർഹമായ സംഖ്യയാണ്. പക്ഷേ കേവല ഭൂരിപക്ഷമില്ല. കൂട്ടുകക്ഷികളെ തന്നെ ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ട്. അന്ന് വാജ്പേയിക്കുള്ള അത്രയും പരാശ്രയമില്ലെങ്കിൽ പോലും. അപ്പോൾ മോദിയും ദുർബലനായിരിക്കുന്നു. ഈ അവസരം ഉപയോഗിക്കേണ്ടേ? 2013 കൂടിക്കാഴ്ചയിൽ തന്നോട് ധാർഷ്ട്യത്തോടെ സംസാരിച്ചയാൾക്കുള്ള ഒരു മറുപടി മനസ്സിൽ ബാക്കി വെച്ചിട്ടുണ്ടാകില്ലേ മോഹൻ ഭാഗവത്? അതാണ് നാം കേട്ടത് ജൂൺ മാസം 10 മോഹൻ ഭാഗവത് കാര്യകർത്ത വികാസ് വർഗ് ദ്വിതീയ അതിലാണ് നാഗ്പൂരിൽ വെച്ച് മോദിക്കുള്ള താക്കീത് സ്വരത്തിൽ സംസാരിച്ചത്. 4 സംഭവങ്ങൾ ഒരു പരമ്പരയായി കണ്ടാൽ മാത്രമേ മോഹൻ ഭാഗവത് എങ്ങനെ ഈ പ്രതികരണം നടത്തി എന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയൂ. അതൊട്ടും യാദൃച്ഛികമല്ല എന്ന് ബോധ്യപ്പെടാൻ കഴിയൂ. പ്രചാരകന്മാർക്ക് മാത്രമുള്ളൊരു സന്ദേശമല്ല അതിലടങ്ങിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. എല്ലാവർക്കും അറിയുന്നത് പോലെ ജൂൺ മാസം 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നത്. അതിന്റെ തൊട്ടു പിന്നാലെ ആദ്യം വെടിപൊട്ടിച്ചതാരാണെന്നറിയാമോ? വെങ്കയ്യ നായിഡു. എന്നാണ് ജൂൺ 7 വെള്ളിയാഴ്ച. എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച വിധി വരുന്നു, ബുധൻ വ്യാഴം 3ാമത്തെ ദിവസം വെങ്കയ്യ നായിഡു പ്രതികരിക്കുകയാണ്. അതും എവിടെ വെച്ച്? ഗുജറാത്തിൽ, മോദിയുടെ തട്ടകത്തിൽ. അവിടെ ഒരു ബിരുദാനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു വെങ്കയ്യ നായിഡു. ഗുജറാത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു വെങ്കയ്യ നായിഡു. 43ാം ബിരുദദാന ചടങ്ങ്. അവിടെ വെച്ച് എന്താണ് വെങ്കയ്യ നായിഡു പറഞ്ഞത് എന്നത് ഞാൻ വായിക്കാം. This election proved why India is called a great democracy. Whatever change they wanted to make, they brought it peacefully. They gave a message to all from top to bottom. There is a message in the election. I hope people understand the message. അവിടെയും തീർന്നില്ല വെങ്കയ്യ നായിഡുവിന്റെ പ്രതികരണം. Top priority for political parties should be to work for the poor and downtrodden. ഇതായിരുന്നു വെങ്കയ്യ നായിഡുവിന്റെ പ്രതികരണം. കഴിഞ്ഞില്ല. വെങ്കയ്യ നായിഡുവിന്റെ ഒരു പ്രത്യേകത കൂടി നാം ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. തെക്കേ ഇന്ത്യയിൽ നിന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനായ ആളാണ് വെങ്കയ്യ നായിഡു. ഇത്തവണ BJP പിന്നെയും പിടിച്ചു നിന്നത് എവിടെയാണ്? തെക്കേ ഇന്ത്യയിലായിരുന്നു. അതും കൂട്ടുകക്ഷികൾ ഉള്ളതുകൊണ്ട് കൂടിയാണ് അങ്ങനെ പിടിച്ചു നിൽക്കാനും കഴിഞ്ഞത്. അപ്പോൾ തെക്കേ ഇന്ത്യയുടെ അസാധാരണമായ പിന്തുണയോടെ മാത്രമേ BJPക്ക് ഇത്തവണ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള വെങ്കയ്യ നായിഡു തന്നെ വരികയാണ്. ഈ വെങ്കയ്യ നായിഡുവിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദേശീയ അധ്യക്ഷനായിരിക്കുമ്പോൾ RSSന് പ്രിയങ്കരൻ കൂടിയായിരുന്നു വെങ്കയ്യ നായിഡു. അപ്പോൾ RSSന്റെ മനസ്സാണ്, തെക്കേ ഇന്ത്യയുടെ സവിശേഷതകളെ ഉൾക്കൊള്ളുന്ന മനസ്സാണ് വെങ്കയ്യ നായിഡുവിൻ്റെ ഈ വാക്കുകളിലൂടെ മോദിക്കുള്ള മുന്നറിയിപ്പായി വന്നത്. അത് നാഗ്പൂരിന് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കഴിഞ്ഞില്ല. ജൂൺ 7 ഇത് സംഭവിക്കുന്നത് എങ്കിൽ ജൂൺ 8 റാം മാധവിന്റെ ലേഖനം ഇന്ത്യൻ എക്സ്പ്രസിൽ വരുന്നു. അതിൻ്റെ പേര് തന്നെ പ്രത്യേകതയുള്ളതാണ്, എ മാൻഡേറ്റ് ഫോർ ഹ്യൂമിലിറ്റി. അവിടെ ഈ റാം മാധവിനെ മറക്കരുത്. 2013 മോഹൻ ഭാഗവതിന് കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടിയത് റാം മാധവിലൂടെയായിരുന്നു. ആ തിക്താനുഭവം എന്താണ് എന്ന് റാം മാധവ് അരുൺ ഷൂരിയോട് പറഞ്ഞിട്ടുണ്ട്. അരുൺ ഷൂരിയുടെ വാക്കുകൾ കാരവനിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ റാം മാധവിൻ്റെ കൂടി ഒരു 2ാം വരവ് പോലെയായിരുന്നു ഈ ലേഖനം. ഏറ്റവും ഒടുവിൽ മോദിയെ സംബന്ധിച്ച് വിവാദമായ പരാമർശമാണ് ഗാന്ധിയെപ്പറ്റി നടത്തിയത്. ഗാന്ധി സിനിമയിലൂടെയാണ് ലോകം ഗാന്ധിയുടെ മഹത്വം അറിഞ്ഞത് എന്ന പമ്പര വിഡ്ഢിത്തം അദ്ദേഹം എഴുന്നള്ളിക്കുകയുണ്ടായി. ഇവിടെ റാം മാധവ് ഈ വാചകങ്ങളിലൂടെ എന്ത് മധുരമായ പ്രതികാരമാണ് വീട്ടുന്നതെന്ന് കൂടി നോക്കൂ. റാം മാധവിന്റെ വാചകങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. ഗാന്ധി ഈസ് റിമെമ്പേർഡ് ഫോർ മെനി തിങ്സ്, ബട്ട് ഹി വാസ് ദ ഫസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് കോalition politics in the pre-independence era. His success lay in humility and civility, qualities that the Indian polity is in dire need of. Coalitions are great levelers. Hope we witness the restoration of these virtues in our polity in the coming years. ഇതാർക്കുള്ള മുന്നറിയിപ്പാണ്? ഇതാർക്കുള്ള പരിഹാസമാണ്? അപ്പോൾ റാം മാധവും വെടിപൊട്ടിച്ചു. 7 വെങ്കയ്യ നായിഡു, 8 റാം മാധവ്. ഒന്നും യാദൃച്ഛികമല്ല. തൊട്ടു പിന്നാലെയാണ് ഓർഗനൈസറിൽ RSSന്റെ മുഖപത്രത്തിൽ മോദിയെയും BJP സർക്കാരിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനം വരുന്നത്. രത്തൻ ശർദയാണ് ആ ലേഖനം എഴുതിയത്. രത്തൻ ശർദ കുട്ടിക്കാലം മുതൽ തന്നെ RSS പ്രവർത്തകനാണ്.
ആ ലേഖനത്തിന്റെ തലക്കെട്ടിനുമുണ്ട് സവിശേഷത: മോദി 3.0 കോൺവെർസേഷൻ ഫോർ കോഴ്സ് കറക്ഷൻ. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ സൂചനയായിരുന്നു? അതിൻ്റെ പിന്നാലെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യകർത്ത വികാസ് വർഗ്. അത് RSS പ്രചാരകന്മാർക്കുള്ള പരിശീലന പരിപാടിയാണ്. അതിൻ്റെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞ് ദ്വിതീയ ഘട്ടത്തിലാണ് ഈ പറയുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളെല്ലാം സർസംഘ ചാലക് എന്ന പദവിയിലേക്ക് ഉയർന്നുകൊണ്ട് നാഗ്പൂരിൻ്റെ തലയെടുപ്പ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് മോഹൻ ഭാഗവത് പറഞ്ഞത് ഭംഗ്യന്തരേണ മോദിക്കുള്ള വിമർശനം എന്ന രൂപത്തിൽ. അപ്പോൾ ഈ പ്രതികരണങ്ങളെയൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല കാണേണ്ടത്. ഒരു പരമ്പരയായി വന്ന ഈ പ്രതികരണങ്ങളുടെ പിന്നിൽ നാഗ്പൂരിൻ്റെ നിലപാട് പ്രഖ്യാപനമുണ്ട്. ആ ചുവരെഴുത്ത് മോദി കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. എങ്ങനെയായിരുന്നു ആ മനസ്സിലാക്കൽ? അതിൻ്റെ മേലുള്ള മോദിയുടെ അതിദ്രുത പ്രതികരണങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? അതും നാം പരിശോധിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഈ പറയുന്ന വെങ്കയ്യ നായിഡു പറഞ്ഞത്, റാം മാധവ് പറഞ്ഞത്, ഓർഗനൈസർ ലേഖനങ്ങൾ പറഞ്ഞത്, ഒടുവിൽ സർസംഘ ചാലക് തന്നെ പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. BJPയുടെ പ്രസിഡന്റാണ് JP നദ്ദ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 2023 ജനുവരിയിൽ നദ്ദയുടെ കാലാവധി പൂർത്തിയായതാണ്. എന്നാൽ ഇലക്ഷൻ വർഷമായിരിക്കുന്നത് കൊണ്ട് ഒരു വർഷവും കൂടി നീട്ടിക്കൊടുക്കുകയായിരുന്നു JP നദ്ദയ്ക്ക് ആ സേവനകാലം. അങ്ങനെ വരുമ്പോൾ പോലും 2024 ജൂൺ മാസം അവസാനത്തോടെ അദ്ദേഹത്തിൻ്റെ ടെന്യൂർ കഴിയേണ്ടതാണ്. എന്ന് വെച്ചാൽ നാം സംസാരിക്കുന്ന ഈ മാസം അവസാനത്തോടെ അദ്ദേഹം ആ പദവി ഒഴിയേണ്ടതാണ്. ഇപ്പോൾ നദ്ദ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ ചുമതലയെടുക്കുകയും ചെയ്തു. സുനിശ്ചിതമായും ആ പദവിയിൽ നിന്ന് മാറണം. അപ്പോൾ BJPക്ക് ഒരു പുതിയ തലവൻ വേണം. RSSനെ സംബന്ധിച്ചെപ്പോഴും അവരുടെ ഇംഗിതങ്ങൾ നടപ്പാക്കുന്ന ഒരാൾ തന്നെയാകണം BJPയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് എന്ന നിർബന്ധ ബുദ്ധി അവർക്കുണ്ട്. ഓരോരോ ഘട്ടങ്ങളിൽ RSS നേതൃത്വവുമായി നല്ല യോജിപ്പോടെ പോയിട്ടുള്ളവർ തന്നെയാണ് ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. എതിർത്ത നിലപാടുകൾ എടുത്തിരിക്കുന്നവർക്ക് അതിവേഗം അവരുടെ പതനം കാണേണ്ടതായും വന്നിട്ടുള്ളതാണ്. അപ്പോൾ പുതിയ നായകനെ BJPക്ക് വേണ്ട സാഹചര്യമുണ്ട്. അതാരാകണം? ഈ നദ്ദയോട് മറ്റൊരു അംഗക്കലി കൂടി നാഗ്പൂരിനുണ്ട്. RSSും BJPയുമായി നാഭീനാള ബന്ധമല്ലേ? അത് അറുത്തു മുറിക്കാനുള്ള ശസ്ത്രക്രിയ നടത്തിയത് JP നദ്ദയാണ്. മറ്റൊരു BJP അധ്യക്ഷനും ഇതുവരെ കാണിക്കാത്ത ധൈര്യം അല്ലെങ്കിൽ ധാർഷ്ട്യം അതെന്താണ്? മെയ് 18 ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന അഭിമുഖത്തിലൂടെയാണ് നദ്ദ അത് ഉറക്കെ പറഞ്ഞത്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. മെയ് 18 7 ഘട്ട പോളിംഗ് ആണ് ഇത്തവണ നടന്നത്. ഏപ്രിൽ 19 മുതൽ ജൂൺ 4 വരെ. ഏപ്രിൽ 19, 26, മെയ് 7, 13 ഇത്രയും ഘട്ടങ്ങൾ കഴിഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ 4 ഘട്ട പോളിംഗ് കഴിഞ്ഞു. അതിനുശേഷം 18-ാം തീയതി ഈ ഇന്റർവ്യൂ വരുന്നു. അതിനുശേഷം 20-ാം തീയതി, 25-ാം തീയതി, ജൂൺ 1-ാം തീയതി, അങ്ങനെ അടുത്ത 3 ഘട്ടങ്ങൾ. അപ്പോൾ 4ാമത്തെ ഘട്ടം കഴിഞ്ഞാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ ജനവിധിയുടെ ഏതാണ്ട് മധ്യത്തിൽ വെച്ചാണ് നദ്ദ പറയുന്നത്, ഞങ്ങൾക്ക് ഇനി വിജയിക്കാൻ RSSന്റെ സഹായം വേണ്ട, ഞങ്ങൾക്കത് സ്വന്തം നിലയ്ക്ക് കഴിയുമെന്ന്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഞാൻ വായിക്കാം. You see, we have also grown. Everyone has got their own work. RSS is a cultural organization and we are a political organization. In the beginning, we would have been less capable, smaller and needed the RSS. Today, we have grown and we are capable. The BJP runs itself. That is the difference. ഈ വ്യത്യാസത്തിന്റെ പ്രഖ്യാപനം നാഗ്പൂർ കേട്ടു. അതിനുള്ള മറുപടി കൂടിയാണ് സർസംഘ ചാലക് മോഹൻ ഭാഗവത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നദ്ദ പോവുകയാണ്. RSSനെ വേണ്ട എന്ന് പറഞ്ഞ നദ്ദ കൂടിയാണ് പോകാൻ പോകുന്നത്. അടുത്തത് ആരാണ് വരേണ്ടത്? RSSനെ വേണ്ട എന്ന് പറയുന്ന നദ്ദയുടെ തുടർച്ചക്കാരനെയാണോ വേണ്ടത്? നാഗ്പൂർ അത് ആഗ്രഹിക്കുന്നില്ല. അവിടെയാണ് നാഗ്പൂർ അവരുടെ മനസ്സ് പറഞ്ഞിരിക്കുന്നത്. മോദി, നിങ്ങൾ ദുർബലനാണ്. നിങ്ങളെ സംബന്ധിച്ച് എല്ലാവിധത്തിലുമുള്ള വിജയത്തോടുകൂടി 2014-ലും 19-ലും വരാൻ കഴിഞ്ഞു. നാഗ്പൂർ അത് കണ്ടു നിന്നതേ ഉള്ളൂ. 2024-ലെ സാഹചര്യം മാറി. നിങ്ങൾ എല്ലാവർക്കും സ്വീകാര്യനല്ല. നിങ്ങൾ ദുർബലനായിരിക്കുന്നു. നിങ്ങളുടെ പ്രഭ കെട്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രഭാവം അടങ്ങിയിരിക്കുന്നു. അത് നിങ്ങളുടെ അനുയായികൾക്കും അനുചര വൃന്ദത്തിനും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മോദിയല്ല ഇനി അവസാന വാക്ക്, നദ്ദയുമല്ല ഇനി അവസാന വാക്ക്. പുതിയ നായകൻ ആരാണ് എന്നതിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ BJPയെ ആര് നയിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീർപ്പുണ്ട്. ഈ സന്ദേശമാണ് സർസംഘ ചാലകിന്റെ ആ വാചകങ്ങളിൽ നിന്നും മുഴങ്ങി കേൾക്കാൻ കഴിയുന്നത്. മോദി ചെവിപൊട്ടനല്ലല്ലോ. മോദിക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു. അതിനനുസരിച്ചാണ് മോദി ക്യാബിനറ്റ് രൂപീകരിച്ചത്. BJPയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന മിടുക്കന്മാരുണ്ട്. അവരെല്ലാം ഈ മന്ത്രിസഭയിലെടുത്തു, അല്ലെങ്കിൽ നിലനിർത്തി. ഒരു ഉദാഹരണം പറയാം. രാജ്നാഥ് സിംഗ് നല്ല രൂപത്തിലാണ് BJPയെ നയിച്ചിട്ടുള്ളത്. RSSനും പ്രിയപ്പെട്ടയാൾ തന്നെയായിരുന്നു. രാജ്നാഥ് സിംഗിനെ വേണമെങ്കിൽ BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാമല്ലോ. രാജ്നാഥിനെ പ്രതിരോധത്തിൽ തന്നെ നിലനിർത്തി. രാജ്നാഥ് സിംഗിനെ പ്രതിരോധ വകുപ്പ് നൽകി തന്നെ നിലനിർത്തി മന്ത്രിസഭയിൽ മോദി. ഇനി അടുത്തയാൾ നിതിൻ ഗഡ്കരി. നിതിൻ ഗഡ്കരി RSSന്റെ പ്രിയപുത്രനാണ്. നാഗ്പൂരിൽ നിന്ന് തന്നെ വരുന്നയാളാണ്. മാനസപുത്രൻ എന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം. ഗഡ്കരിക്ക് വീണ്ടും അവസരം കിട്ടാവുന്നതാണ്. RSSനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയങ്കരമായൊരു നിലപാടായിരിക്കും അത്.
ഗഡ്കരിയെയും ഉപരിതല ഗതാഗതം എന്ന വകുപ്പ് തന്നെ നൽകിക്കൊണ്ട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി. നദ്ദ തുടരുകയാണ്. ഇനി അടുത്തതായി ശിവരാജ് സിംഗ് ചൗഹാൻ, നല്ല സാധ്യതയുള്ള പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ്. ശിവരാജ് സിംഗ് ചൗഹാനെ ഇങ്ങനെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഒന്നും കാണാതെയല്ല മോദി ഇവരെയൊക്കെ വീണ്ടും ഉൾപ്പെടുത്തിയത്, പ്രത്യേകിച്ചും നിതിൻ ഗഡ്കരിയെ. മോദിക്ക് നിതിൻ ഗഡ്കരിയെയോ നിതിൻ ഗഡ്കരിക്ക് മോദിയോ ഇഷ്ടമല്ല. എന്നിട്ടും വീണ്ടും ചേർത്ത് നിർത്തുകയാണ് ഗഡ്കരിയെ. കാരണം ഗഡ്കരിക്ക് മറ്റൊരവസരം നൽകിക്കൂടാ, തന്റെ കാൽ കീഴിൽ തന്നെ കിടക്കണം. ശിവരാജ് സിംഗ് ചൗഹാന്റെ കാര്യത്തിലും ആ ബുദ്ധി തന്നെയാണ് പ്രയോഗിച്ചത് മോദി. രാജ്നാഥ് സിംഗിന്റെ കാര്യത്തിലും അതേ ബുദ്ധി തന്നെ പ്രയോഗിച്ചു. ഇത് നാഗ്പൂരിന് അറിയാത്തതല്ല. ഇനി മോദി അടുത്തൊരു കളി കളിക്കാൻ പോകുന്നതും കാണാം. ഈ പറയുന്ന സർസംഘചാലകിന്റെ ഈ സന്ദേശത്തിൽ എങ്ങനെയാണ് മോദി തിരിച്ചടിച്ചത്? നദ്ദയെ ഇപ്പോൾ മാറ്റേണ്ട എന്ന ആലോചനയാണ്. അതിന് സഹായകമാകുന്ന ചില മാറ്റങ്ങൾ മോദിയുടെ നേതൃത്വത്തിൽ BJPയിൽ ഉണ്ടായിട്ടുണ്ട്. മുൻപാണ്, അതായത് പാർലമെന്ററി ബോർഡിന് തീരുമാനിക്കാം പ്രസിഡന്റിനെ ഇപ്പോൾ മാറ്റണമോ, അതല്ല ഒരു അസാധാരണ സാഹചര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാലാവധി നീട്ടി നൽകണോ. ഇതൊക്കെ ചെയ്യാനുള്ള അധികാരം പാർലമെന്ററി ബോർഡിന് നൽകുന്ന രൂപത്തിൽ അതിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യുകയുണ്ടായി മോദിയുടെ കാലത്ത്. അങ്ങനെയാണ് JP നദ്ദയ്ക്ക് 2023 ജനുവരിയിൽ ഒഴിയേണ്ടതിന് പകരം ഇപ്പോഴും തുടരാൻ കഴിയുന്നത്. കാലാവധി നീട്ടി നൽകുകയാണ് ചെയ്തത്. ഇലക്ഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത് ചെയ്തത് എന്ന് മാത്രം. ഇനിയും അത് ചെയ്യാൻ കഴിയും. നമുക്കൊരു ഉദാഹരണം കൂടി എടുക്കാം. അമിത് ഷാ 2014 മുതൽ BJPയുടെ ദേശീയ അധ്യക്ഷനാണ്. 2019 BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെയാണ്. 2019 പക്ഷേ അമിത് ഷാ മോദി മന്ത്രിസഭയിലെത്തുന്നു ആഭ്യന്തരമന്ത്രിയായി. അപ്പോൾ 2 പദവികളുമുണ്ട്. ആഭ്യന്തരമന്ത്രിയുമാണ്, BJPയുടെ ദേശീയ അധ്യക്ഷനുമാണ്. ആ ഘട്ടത്തിലാണ് നദ്ദയ്ക്ക് വർക്കിംഗ് പ്രസിഡന്റ് എന്ന ചുമതല നൽകുന്നത്. പാർലമെന്ററി ബോർഡിന്റെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ വർക്കിംഗ് പ്രസിഡന്റായി നദ്ദ നിന്നു. പിന്നീടാണ് നദ്ദയെ പ്രസിഡന്റ് ആക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ഈ പാർലമെന്ററി ബോർഡിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നദ്ദയെ വീണ്ടും തുടരാൻ അനുവദിക്കുക, അല്ലെങ്കിൽ മോദിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വെക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഒരു വലിയ മാറ്റം വരുന്നില്ല. എല്ലാ അർത്ഥത്തിലും ഈ മെമ്പർഷിപ്പ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞു വേണം BJPയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ. ആ പ്രോസസ്സ് ഉണ്ടാകില്ല. അപ്പോൾ സ്വീകാര്യനായ ഒരു പുതിയ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രക്രിയയെ തടസ്സപ്പെടുത്തുക. അതിന് ഒന്നുകിൽ ഈ പറയുന്ന കാലാവധി ഇനിയും നദ്ദയ്ക്ക് നീട്ടി നൽകും മോദി, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ കണ്ടെത്തും. എന്ന് വെച്ചാൽ മോഹൻ ഭാഗവത് അങ്ങനെ മനപ്പായസം ഉണ്ണണ്ട, ആ വെള്ളം വാങ്ങിവെച്ചേക്കൂ എന്ന തന്ത്രപരമായ മറുപടിയാണ് മോദി നൽകാനിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ജനവിധി വന്നതിന് ശേഷം വെങ്കയ്യ നായിഡു ഇങ്ങനെ സംസാരിക്കുന്നു, റാം മാധവ് ലേഖനം എഴുതുന്നു, ഓർഗനൈസറിൽ ലേഖനം വരുന്നു. അതിനുശേഷം സാക്ഷാൽ സർസംഘചാലക് തന്നെ എതിർ നിലപാട് പറയുന്നു. എന്തുകൊണ്ടിങ്ങനെ പറയേണ്ടി വരും? നാം പരിശോധിക്കണം. ഇങ്ങനെ പരസ്യ പ്രസ്താവനകൾ ഉണ്ടാകാറില്ല, RSSന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച്. അപ്പോൾ ഇത്ര പരസ്യമായ യുദ്ധപ്രഖ്യാപനം RSS നടത്തിയത് എന്തുകൊണ്ടാണെന്ന് ആലോചിക്കണം. RSS അടക്കം കരുതിയത് TDPയും നിതീഷ് കുമാറും സമ്മർദ്ദ ശക്തികളായി മാറും എന്നായിരുന്നു. അങ്ങനെയെങ്കിൽ മോദി കൂടുതൽ ദുർബലനാകും. ആ ഘട്ടത്തിൽ ശക്തമായി അവരവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് RSS വിചാരിച്ചിരുന്നു. എന്നാൽ അതല്ല സംഭവിച്ചത്. TDPയും നിതീഷ് കുമാറും മോദിക്ക് വഴങ്ങുന്നതാണ് നാം കണ്ടത്. ശരിയാണ്, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. പക്ഷേ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് മോദി സർക്കാർ തന്നെയാണ് എന്ന സന്ദേശം നൽകാൻ കഴിയും വിധമായിരുന്നു മോദിയുടെ മന്ത്രിസഭാ വികസനം നടന്നത്. കാര്യം നാം സത്യമായി കാണണമല്ലോ. അത് അംഗീകരിച്ചേ പറ്റൂ. മോദി ആ വൈഭവം പ്രകടിപ്പിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. എങ്ങനെ സാധ്യമായി? 2 വഴികളിലൂടെയാണ്. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ബീഹാർ എന്ന തട്ടകമാണ് പ്രധാനം. നാം ഇങ്ങനെ വാദോരാതെ പറഞ്ഞതുപോലെ ബീഹാറിനും അതുപോലെ ആന്ധ്രയ്ക്കും പ്രത്യേകമായ പാക്കേജ് കിട്ടും, സ്പെഷ്യൽ സ്റ്റാറ്റസ് കിട്ടും. അതുകൊണ്ട് 2 പേരും വഴങ്ങി. അങ്ങനെയല്ല കാണേണ്ടത്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായി തോന്നിക്കുന്നുവെങ്കിൽ നാം കാണാതെ പോകുന്നത് കാണാമറയത്ത് നടന്ന മറ്റ് താല്പര്യങ്ങളും അതിൻ്റെ ഭാഗമായുള്ള പരസ്പര ധാരണകളുമാണ്. നിതീഷ് കുമാറിൻ്റെ കാര്യമെടുക്കാം. നിതീഷ് കുമാറിനെ സംബന്ധിച്ച് ബീഹാറിന് സ്പെഷ്യൽ പാക്കേജും സ്പെഷ്യൽ സ്റ്റാറ്റസും എന്നതിനേക്കാൾ ഇപ്പോൾ പ്രധാനം സ്വയം ഒരു സ്പെഷ്യൽ പാക്കേജ് ആയിരിക്കുകയും സ്വയം ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് എന്നത് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ്. അടുത്ത വർഷം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ബീഹാർ, ഡൽഹിക്കൊപ്പം. ഈ വർഷം അവസാനം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഹരിയാന. അതിന് രണ്ടിനും നാം ഇപ്പോൾ സംസാരിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുണ്ട്. അതിലേക്ക് വഴിയേ വരാം. അടുത്ത വർഷം നടക്കാൻ പോകുന്നത് ഡൽഹിക്കൊപ്പം ബീഹാറിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ്. അവിടെ ബീഹാറിൽ മുഖ്യമന്ത്രിയായി നിതീഷിന് തുടരാൻ കഴിയണം. അതുതന്നെയാണ് നിതീഷിനെ സംബന്ധിച്ച് പരമപ്രധാനം. അതുകൊണ്ട് നിതീഷ് കുമാർ വിട്ടുവീഴ്ച ചെയ്യുന്നു. അവിടെ അല്ലെങ്കിൽ JDUവിനെ വിഴുങ്ങും മോദി എന്ന് നന്നായി അറിയാവുന്നയാളാണ് നിതീഷ് കുമാർ. കഴിഞ്ഞ തവണ കണ്ടതാണല്ലോ ചിരാഗ് പാസ്വാനെ എങ്ങനെയാണ് ഇറക്കിയത്, ചിരാഗ് പാസ്വാനെ കൊണ്ട് എന്ത് ഹാനിയാണ് വരുത്തിച്ചത്. പിന്നെ ചിരാഗ് പാസ്വാനെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നത്. ഈ വിദ്യകളെല്ലാം മോദി നടത്തുന്നത് നിതീഷ് കുമാർ കണ്ടിട്ടുള്ളതാണ്. അതിന് തടയിടുക, അതാണ് പ്രധാനം. സ്വന്തം അതിജീവനം തന്നെയാണ് പ്രധാനം. അത് ഉറപ്പുവരുത്തി നിതീഷ് കുമാർ.
അതാണ് നാം നിതീഷിന്റെ കാര്യത്തിൽ കണ്ടത്. ഇനി നമുക്ക് ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രയിലേക്ക് വരാം. അവിടെയും ഈ പറയുന്ന സ്പെഷ്യൽ പാക്കേജും സ്പെഷ്യൽ സ്റ്റാറ്റസും ഒന്നുമല്ല പ്രധാനമായി കാണേണ്ടത്. അവിടെ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിയോഗി ആരാണ്? ജഗൻമോഹൻ റെഡ്ഡിയാണ്. 2023 സെപ്റ്റംബർ മാസം ചന്ദ്രബാബു നായിഡു മറക്കില്ല, അന്നാണ് നായിഡുവിനെ സ്റ്റേറ്റ് CID അറസ്റ്റ് ചെയ്യുന്നത്. എന്തിന്റെ പേരിൽ? 371 കോടിയുടെ അഴിമതി ആരോപണത്തിന്റെ പേരിൽ. AP സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ വിവിധ കടലാസ് കമ്പനികളുടെ മറവിൽ 371 കോടിയുടെ അഴിമതി ചന്ദ്രബാബു നായിഡു നടത്തിയിട്ടുണ്ട് 2014-19 കാലത്ത്, അദ്ദേഹം TDP സർക്കാർ ഭരിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ CID അറസ്റ്റ്. ഇനി ഒരു പഴയ കഥയുണ്ട്. തന്നെ പിടിച്ചകത്തിട്ട ആ ജഗൻമോഹനെ തിരികെ ജയിലിലേക്ക് അയക്കുക എന്ന പ്രതികാര ബുദ്ധി നായിഡുവിനുണ്ട്. അതെങ്ങനെ സാധ്യമാകും? കുറച്ചുകൂടെ പുറകിലേക്ക് പോകാം നമുക്ക്. 2012 മെയ് മാസം ജഗൻമോഹനകത്തായി. CBI ആണ് അറസ്റ്റ് ചെയ്തത്. ആരായിരുന്നു അന്ന് കേന്ദ്രം ഭരിച്ചത്? UPA സർക്കാരായിരുന്നു അല്ലേ? അന്ന് ജഗനെ പിടിച്ചകത്തിട്ടു CBIയെ കൊണ്ട്. അന്നത്തെ ആ ആക്ഷേപം എന്തായിരുന്നു? വരവിൽ കവിഞ്ഞ സ്വത്ത് എന്നത്. കേന്ദ്ര ഏജൻസികൾ വരവിൽ കവിഞ്ഞ സ്വത്ത് എന്നതിന്റെ പേരിൽ ആരെയൊക്കെ വേട്ടയാടിയിട്ടുണ്ട്. ഇപ്പോൾ ജഗൻമോഹനെ വേട്ടയാടാൻ ഇനി എന്തെങ്കിലും മടിയുണ്ടോ? കാരണം അത്രയും ദുർബലനാണ് ജഗൻമോഹൻ. ഇനി അങ്ങനെയല്ല എങ്കിൽ ജഗൻമോഹനെ രാഷ്ട്രീയമായി നിർവീര്യമാക്കിക്കൊണ്ട് YSR CPയെ വിഴുങ്ങുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക, അതിനുള്ള കരുനീക്കങ്ങൾ ചന്ദ്രബാബു നായിഡു നടത്തും. കാരണം നാരാ ലോകേഷും ഇപ്പോൾ മന്ത്രിയായിരിക്കുകയാണ്. ആരാണത്? തൻ്റെ മകൻ. ഇനി ആന്ധ്രയിൽ ഭാവിയിൽ TDPയെ നയിക്കേണ്ട വ്യക്തി അല്ലേ? അപ്പോൾ അത് ഉറപ്പാക്കണമെങ്കിൽ YSRന്റെ മകനായിട്ടുള്ള ജഗൻമോഹനെ ഇല്ലാതാക്കണം. അതിന് നരേന്ദ്രമോദി എന്ന കൂട്ട്, നരേന്ദ്രമോദി എന്ന ഗ്യാരണ്ടി ചന്ദ്രബാബു നായിഡുവിന് വേണം. അതാണ് ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് പരമപ്രധാനം. പിന്നെ മാത്രവുമല്ല, ഈ 371 കോടിയുടെ AP സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട അഴിമതി ആക്ഷേപം, അതുമായി ബന്ധപ്പെട്ട കേസ്, അതിൻ്റെ നൂലാമാലകൾ, ഇനി അത് ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കാതിരിക്കുക, ഇതിനൊക്കെ നരേന്ദ്രമോദി എന്ന ഉത്തമ സുഹൃത്തിനെ ചന്ദ്രബാബു നായിഡുവിന് ആവശ്യമാണ്. അതുകൊണ്ട് ചന്ദ്രബാബു നായിഡുവും വഴങ്ങുന്നു. പുതിയ തലസ്ഥാന രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട് ശതകോടികളുടെ പദ്ധതികളാണ് അവിടെ വരാൻ പോകുന്നത്. ഇപ്പോൾ IT മേഖലയിൽ വലിയ കുതിപ്പ് ആന്ധ്രയ്ക്കുണ്ടാക്കിയതിൻ്റെ ഭാഗമായി ചന്ദ്രബാബു നായിഡുവിൻ്റെ സഞ്ചി എത്രമാത്രം വലുതായിട്ടുണ്ടാവും? പണസഞ്ചി. ഇനിയിപ്പോൾ അതുപോലെ ഒരു കനകാവസരം വരികയാണ്. പുതിയ തലസ്ഥാനം ഉണ്ടാക്കുക. എത്ര വമ്പൻ പദ്ധതികളായിരിക്കും, അതിലൂടെ പണം ഒഴുകിക്കോളും. അപ്പോൾ എത്ര ശക്തമായി TDPക്ക് ഇനി മുന്നോട്ട് വരാൻ കഴിയുമെന്നതിലും ചന്ദ്രബാബു നായിഡുവിന് ഉറപ്പുണ്ട്. സ്പെഷ്യൽ പാക്കേജ് അതാണ്, സ്പെഷ്യൽ സ്റ്റാറ്റസ് അതാണ്. നിതീഷ് കുമാറിനെ പോലെ ചന്ദ്രബാബു നായിഡുവിനും സ്വന്തം ഭാവിയും സ്വന്തം മകന്റെ ഭാവിയുമാണ് പ്രധാനം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി രംഗപ്രവേശം ചെയ്യുന്നത് നാം കാണുന്നത്. അപ്പോൾ നാഗ്പൂർ മനസ്സിലാക്കുന്നു, ഭൂരിപക്ഷം കിട്ടാതിരുന്നാലും നരേന്ദ്രമോദി നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. ആരെങ്കിലും സമ്മർദ്ദ ശക്തികളാകുമെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളും RSSും ഒക്കെ വിചാരിച്ചു, പ്രത്യേകിച്ചും TDPയും അതുപോലെ തന്നെ JDUവും. പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നും അവർ കാണുകയാണ്. അപ്പോൾ പിന്നെ തുറന്നടിക്കുക എന്നതാണ് മുന്നിലുള്ള മാർഗം. അങ്ങനെ സർസംഘചാലക് തുറന്നടിക്കുന്നു. അതിന് തൊട്ട് മുൻപ് ഒരു കാര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ആ തീയതിയും വളരെ വളരെ പ്രധാനമാണ്. അത് ജൂൺ 7-ാം തീയതിയാണ്. എന്ന് വെച്ചാൽ ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുന്നു. ജൂൺ 7-ാം തീയതി രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നു. എന്നിട്ട് പറയുകയാണ് ഒരു വലിയ സ്കാമിനെ പറ്റി, ഷെയർ മാർക്കറ്റ് സ്കാം. നരേന്ദ്രമോദിയും അമിത്ഷായും പറയുകയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് മുൻപായി, ഇത്രാം തീയതി നിങ്ങൾ പരമാവധി പണം അവിടെ മുടക്കൂ, നിങ്ങൾക്ക് ഒരുപാട് കോടികൾ നേട്ടം കൊയ്യാൻ കഴിയുമെന്ന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നു. അപ്പോഴേക്കും വൻ വിജയമാണ് കിട്ടുന്നത്. സ്വാഭാവികമായും ആളുകൾ വലിയ തോതിൽ, എന്ന് വെച്ചാൽ റീറ്റെയിൽ ബയേഴ്സ് വലിയ തോതിൽ പണമിറക്കുന്നു, വലിയ രീതിയിൽ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നു. പിന്നീട് യഥാർത്ഥ റിസൾട്ട് വന്നപ്പോൾ ഓഹരി വിപണി മൂക്കുപൊത്തുന്നു. അപ്പോഴേക്കും ഈ പറയുന്ന നഷ്ടമെല്ലാം ഇവർക്ക് സംഭവിക്കുന്നു. ആർക്ക്? റീറ്റെയിലുകാർക്ക്. ഇതൊരു വലിയ സ്കാമായാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അങ്ങനെ രാഹുൽ ഗാന്ധി ആ ദിവസം വന്ന് അത് പറയാനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. കോൺഗ്രസും ആഗ്രഹിച്ചിരുന്നു TDP വരാൻ, അതുപോലെ തന്നെ JDU വരാൻ. അതിനുള്ള ബാക്ക് ചാനൽ നീക്കങ്ങളും അവർ നടത്തിയതാണ്. പക്ഷെ അവർക്ക് മനസ്സിലായി TDP വരില്ല, JDU വരില്ല എന്ന്. അവിടെയാണ് രാഹുൽ ഗാന്ധി നാഗ്പൂരിൻ്റെ കൂടിയാലോചനകളോടുകൂടി ഈ വെടിപൊട്ടിക്കുന്നത്. ഞാൻ ഉത്തരവാദിത്തോടെയാണ് ആ വാചകം പറയുന്നത്. നാഗ്പൂരിൻ്റെ കൂടി പിന്തുണയോടെയായിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ ഈ വെടിപൊട്ടിക്കൽ. അത് ചന്ദ്രബാബു നായിഡുവിനെ കൂടെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നില്ല എങ്കിലും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ നാരാ ഭുവനേശ്വരി ഹെറിറ്റേജ് ഫുഡ്സ് എന്ന് പറയുന്ന ലിമിറ്റഡ് കമ്പനിയുടെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്നയാളാണ്. ഭൂരിപക്ഷം ഷെയറുകളും അവർക്കാണ്. 5 ദിവസം കൊണ്ട് 584 കോടിയുടെ വർധനയാണ് ഈ പറയുന്ന ഹെറിറ്റേജ് ഫുഡ്സ് ലിമിറ്റഡിന് അവരുടെ ഓഹരി നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായത്. വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. തുടർ ദിവസങ്ങളിൽ ഉണ്ടായ തകർച്ച സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ദുരന്തമായെങ്കിൽ
TDPയെ സംബന്ധിച്ച്, ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച്, നാരാ ഭുവനേശ്വരിയെ സംബന്ധിച്ച് അവരുടെ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ നല്ല കാലമായിരുന്നു, വസന്തകാലമായിരുന്നു. അതാരുടെ സംഭാവനയാണ് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ? അമിത്ഷായും അതുപോലെ തന്നെ മോദിയും മികവുറ്റ ഷെയർ ബ്രോക്കർമാരെ പോലെ TDPക്ക് വേണ്ടി വലിയ നിധിയാണ് കുഴിച്ചു നൽകിയത് സമ്മാനമായി. അവിടെയാണ് ഇവരാരും സമ്മർദ്ദ ശക്തികളാകാൻ പോകുന്നില്ല, ഇവരുടെ താല്പര്യങ്ങൾ മറ്റു പലതുമായും കെട്ടുപണിഞ്ഞു കിടക്കുന്നു എന്ന മനസ്സിലാക്കൽ നാഗ്പൂരിനുണ്ടാകുന്നത്, ആ മനസ്സിലാക്കൽ രാഹുൽ ഗാന്ധിക്കുണ്ടാകുന്നത്, ഇവരെല്ലാവരും ഒരേ തൂവൽ പക്ഷികളായി മാറുന്നത്. എന്ന് വെച്ചാൽ RSSും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒന്നിച്ചു എന്നല്ല പറയുന്നത്. ഒരു പ്രത്യേക രാഷ്ട്രീയ സന്നിഗ്ധ ഘട്ടത്തിൽ അവർ കരുതിയ പോലെയുള്ള കരുനീക്കങ്ങളെല്ലാം നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ, അവരുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ പുതിയ കരുനീക്കങ്ങൾ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നവർ തിരഞ്ഞു. അത് അവരവരുടേതായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പുറത്തേക്ക് വിടുകയും ചെയ്തു. അതാണ് ജൂൺ 7-ാം തീയതിയിലെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. അതാണ് പ്രചാരകന്മാർക്ക് പരിശീലനം നൽകുന്നതിലെ 2-ാം ഘട്ടത്തിൽ സർസംഘചാലക് പറഞ്ഞ മോദി വിമർശനത്തിന് പിന്നിലുള്ളത്. ഇതെല്ലാം അതിൻ്റെ സമഗ്രതയിൽ വേണം നാം കാണാൻ. ഇവിടെയാണ് ഈ പറയുന്ന അഹങ്കാരം പാടില്ല എന്ന് സർസംഘചാലക് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു പ്രചാരകൻ ഏറ്റവും വിനയവാനായിരിക്കണം. എല്ലാം ഞാൻ തന്നെയാണ് നേടിയത്, എല്ലാം എൻ്റെ കഴിവുകൊണ്ട് എന്ന അഹങ്കാരത്തിൽ ആരും അഭിരമിക്കരുത് എന്ന് ഈ പറയുന്ന മോഹൻ ഭാഗവത് പറഞ്ഞത്. പുതിയ BJP നേതൃത്വം ആ രൂപത്തിലേക്ക് വരണം, BJPയുടെ പുതിയ നായകൻ ആ രൂപത്തിലേക്ക് വരണമെന്ന ആഗ്രഹ ചിന്തയായിരുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത്. എന്നാൽ അതെല്ലാം മുളയിലേ നുള്ളുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് എന്ന് നാം കാണുന്നു. അവിടെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ വർഷാവസാനം വരാൻ പോകുന്ന, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബറിൽ സംഭവിക്കാൻ പോകുന്ന മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യം നിലകൊള്ളുന്നത്. മഹാരാഷ്ട്രയിൽ എന്ന് വെച്ചാൽ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിലൂടെ നിൽക്കുന്ന സംസ്ഥാനത്ത് ജനവിധി നിർണായകമാണ്. ഇവിടെ നാം പ്രധാനമായും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2004-ൽ RSS എന്ത് ചെയ്തു എന്നത്. 2004-ൽ വാജ്പേയി സർക്കാരുമായി കടുത്ത വിയോജിപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ RSS ശക്തമായി പ്രചാരണത്തിനിറങ്ങിയില്ല. വാജ്പേയി സർക്കാർ നിലംപൊത്തി. അതിനു പിന്നിലേക്ക് പോയാൽ 80കളിലെ ഘട്ടമെടുക്കാം. ആ ഘട്ടത്തിൽ വാജ്പേയി ഒരു മോഡറേറ്റ് ഫിഗറായി സ്വയം മാറാൻ ഉദ്ദേശിക്കുന്നു. ഈ RSSന്റെ കടിഞ്ഞാണിൽ നിന്ന് BJPയെ മുക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഘട്ടത്തിൽ RSSും വാജ്പേയിയുമായി ഇടയുന്നു. അന്ന് BHPയെ ശക്തിപ്പെടുത്തുക എന്ന തന്ത്രമാണ് RSS ഉപയോഗിച്ചത്. മാത്രമല്ല തെക്കേ ഇന്ത്യയിലും അവർ കാര്യക്ഷമമായ ചില ഇടപെടലുകൾ നടത്തുകയുണ്ടായി. പ്രത്യേകിച്ചും തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഹിന്ദു മുന്നണി എന്നൊക്കെയുള്ള കൂട്ടായ്മകൾ അന്ന് രൂപപ്പെട്ടത് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഓർക്കുന്നുണ്ടാകും. BHPയെ ശക്തിപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും അതും തമിഴ്നാട് അടക്കമുള്ള പല സ്ഥലങ്ങളിലെയും പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയായിരുന്നു. ഉത്തരേന്ത്യയിലേക്ക് മാത്രം പരിമിതപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല. മീനാക്ഷിപുരത്ത് ദളിതുകൾ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുന്നതിൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത് BHPയാണ്. പിന്നെ ഈ പറയുന്ന രാമജന്മഭൂമി വിഷയത്തിലും മുൻനിരയിലേക്ക് BHP എത്തുന്നു. BJPക്ക് എവിടെയും സ്ഥാനം കിട്ടാതെ പോകുന്നു. BJP ഒരുതരം രാഷ്ട്രീയമായ അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നു. ആ ഘട്ടത്തിൽ കോൺഗ്രസിനെയാണ് RSS സഹായിച്ചത്. സമാനമായി 2004-ൽ വാജ്പേയി സർക്കാരിനോടുള്ള വിയോജിപ്പ് നാഗ്പൂർ പ്രകടമാക്കിയത് അവരുടെ പ്രചാരകന്മാർ സജീവമാകാതെയാണ്. അതിന്റെ ഗുണഭോക്താക്കളായതും കോൺഗ്രസ് അടക്കമുള്ള എതിർപക്ഷമാണ്. ഇന്നിപ്പോൾ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച്, മോദിയെ സംബന്ധിച്ച് അതിജീവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതായനമാണ്. അതുകൊണ്ടാണ് ശരത് പവാറിനും ഷിൻഡേക്കുമൊക്കെ ഇപ്പോൾ മോദിക്ക് മുന്നിൽ വാലാട്ടി നിൽക്കേണ്ടി വരുന്നത്. കാരണം എന്തും സംഭവിക്കാം. പ്രഫുൽ പട്ടേലിനും അതുപോലെ അജിത് പവാറിനുമെതിരെയുള്ള കേസുകൾ എങ്ങനെ അവസാനിപ്പിച്ചോ അത് തുറക്കാൻ മോദിക്കറിയാം. പിന്നെ ഏക്നാഥ് ഷിൻഡെ എങ്ങനെ നിർവീര്യവാനാക്കണമെന്നും മോദിക്ക് നന്നായി അറിയാം. അതിൻ്റെ ആദ്യത്തെ വെടി മോദി പൊട്ടിച്ചത് നാം മറക്കരുത്. മോദി കൂടി പങ്കെടുത്ത മുംബൈയിലെ വലിയ റാലിയിൽ ആർക്കുകൂടി ക്ഷണമുണ്ടായിരുന്നു? MNS നേതാവ് രാജ് താക്കറേക്ക് കൂടി. അപ്പോൾ ഷിൻഡെ, നിങ്ങൾ മാത്രമല്ല താക്കറയുടെ പൈതൃകം അവകാശപ്പെടുന്നത്, മറ്റുള്ളവരുണ്ട്. ഇനി ഒരു ഘട്ടം വന്നാൽ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെയാണ് എന്ന് മനസ്സിലാക്കാനും ഞങ്ങൾക്ക് വൈമനസ്യമുണ്ടാകില്ല എന്ന ആദ്യ സന്ദേശമാണ് മോദി അതുവഴി നൽകിയത്. അതിന്റെ ഭാഗമായി എന്ത് സംഭവിച്ചു? ഏക്നാഥ് ഷിൻഡെ വഴങ്ങിയിരിക്കുകയാണ്, അജിത് പവാർ വഴങ്ങിയിരിക്കുകയാണ്, പ്രഫുൽ പട്ടേൽ ക്യാബിനറ്റ് റാങ്കില്ലാതെ നിരാശനായി വഴങ്ങിയിരിക്കുകയാണ്. ഇതെല്ലാം മഹാരാഷ്ട്രയിലെ കളിക്കളം മുന്നിൽ കണ്ടുകൊണ്ട് മോദി നടത്തുന്ന കരുനീക്കങ്ങളാണ്. അപ്പോൾ അവിടെയാണ് നാഗ്പൂർ ഒരു പുതിയ സാധ്യത തേടുന്നത്. അവിടെയാണ് ഈ പറയുന്ന മഹാവികാസ് അഘാഡിക്ക് നാഗ്പൂരിന്റെ അനുഗ്രഹാശിസുകൾ കിട്ടാൻ പോകുന്നത്. ആ വാതായനത്തിലൂടെ ആരാകും വിജയിയായി കടന്നു വരിക എന്നത് മോദിയെ സംബന്ധിച്ച് പ്രധാനമാണ്, BJPയെ സംബന്ധിച്ച് പ്രധാനമാണ്, BJPയുടെ പുതിയ അധ്യക്ഷൻ ആരാകണം എന്നത് സംബന്ധിച്ച് പ്രധാനമാണ്, നാഗ്പൂരിനെ സംബന്ധിച്ചത് പ്രധാനമാണ്. ആ നിർണായകമായ സന്ധിയിലേക്കുള്ള പടയൊരുക്കമാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് നടത്തുന്നത്. മോഹൻ ഭാഗവത് UPയിൽ പോകുന്നു, യോഗി ആദിത്യനാഥിനെ കാണുന്നു. അവിടെ 4 ദിവസം താമസിക്കാനും അദ്ദേഹം ഉദ്ദേശിക്കുകയാണ്. UPയിലാണ് RSS പ്രവർത്തകർ ഏറ്റവും നിർവീര്യമായത് എന്നത് നമ്മുടെ മുന്നിലെ സത്യമാണ്. അവിടെ പ്രധാനപ്പെട്ട പല സ്ഥാനാർത്ഥികളും തോക്കും, സ്ഥാനാർത്ഥി നിർണയത്തിൽ നിങ്ങൾക്ക് പിഴവ് പറ്റിയിരിക്കുന്നു എന്ന് പല
ഊരു RSS നേതൃത്വം മോദിയെയും BJP നേതൃത്വത്തെയും അറിയിച്ചതാണ്. പക്ഷെ വകവെച്ചില്ല. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമെന്ന ഡംബ് പറയുകയായിരുന്നല്ലോ നദ്ദ ചെയ്തത്. അതിന് UP യിൽ നിന്ന് കിട്ടി. അവിടെ വീണ്ടും എത്തുകയാണ് മോഹൻ ഭാഗവത്. യോഗിയെ കാണുകയാണ്. ആ കൂടിക്കാഴ്ച യാദൃച്ഛികമല്ല. അപ്പോൾ ഈ തയ്യാറെടുപ്പുകൾ സർസംഘചാലക് നടത്തുന്നു. ഈ തയ്യാറെടുപ്പുകളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന സന്നാഹം മോദിയും ഒരുക്കുന്നു. ക്ലൈമാക്സിനായി നമുക്ക് കാത്തിരിക്കാം മഹാരാഷ്ട്രയുടെ ജനവിധിക്കായി.